ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കിക്കൊണ്ട് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രം കാട്ടാളൻ എന്ന തിയേറ്ററുകളിലേക്ക് എത്തി. വലിയ പ്രതീക്ഷയോടുകൂടി എത്തിയ സിനിമയാണ്. ഒന്നാമത് മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ചെയ്തതിനു ശേഷം ആ നിർമ്മാണ കമ്പനി വീണ്ടും എടുക്കുന്ന സിനിമയാണ്. പക്ഷേ പ്രതീക്ഷകൾ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കണ്ടാൽ പോലും ഒരു ആക്ഷൻ പടം കാണാം എന്നതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഓഫർ ചെയ്യാതെ കാട്ടാളൻ വളരെ ഫ്ലാറ്റായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. തെന്നിന്ത്യയിൽ നിന്ന് സുനിലിനെ കൊണ്ടുവരുന്നുണ്ട്, ഹിന്ദിയിൽ നിന്ന് കബീർ ദുഹാൻ സിംഗിനെ കൊണ്ടുവരുന്നു, രവി ബസ്റൂഡ് എന്ന മ്യൂസിക് ഡയറക്ടറിനെയൊക്കെ കൊണ്ടുവരുന്നു, തമിഴിൽ നിന്ന് തുഷാര വിജയനെ കൊണ്ടുവരുന്നു. പലയിടത്തു നിന്നായി പലരെയും കൊണ്ടുവന്നിട്ട് ഒന്നും ആവാണ്ട് അവിയലുരുവായി മാറിയിരിക്കുകയാണ് കാട്ടാളൻ. ഇതാണ് നമുക്ക് ആദ്യം ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ചാൽ മതിയെന്ന്. അങ്ങനെ അവസാനിക്കണം എന്ന് തോന്നിയൊരു സിനിമയായിരുന്നു കാട്ടാളൻ. സത്യം പറഞ്ഞാൽ ഇതിന് നെഗറ്റീവ് റിവ്യൂ പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ഐ മേക്ക് ഷുവർ ഇതിൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂവിൻ്റെ അതിർവരമ്പ് ഞാൻ കടക്കില്ല എന്നുള്ളത്. നെഗറ്റീവ് മീൻസ് നെഗറ്റീവ്. പടം നല്ല ശോകമായിട്ടുണ്ട്. അതായത് ഇതിന് വൺ ലൈൻ ആക്ച്വലി നല്ല ഗ്രിപ്പിംഗ് വൺ ലൈനാണ്, നല്ല രസമുള്ള വൺ ലൈനാണ് എന്ന് കരുതി ഇതുവരെ ലോകം കേൾക്കാത്ത ഇതുവരെ കാണാത്ത വൺ ലൈൻ എന്നല്ല പറഞ്ഞത്. സാധാരണ ഒരു വൺ ലൈൻ, ഒരു ഗാങ്സ്റ്റർ പടത്തിന് സാധാരണ കാണുന്ന ഒരു വൺ ലൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഏത് ഗ്യാങ് വാർ, ഒരു കാട്ടിൽ അതിലൊരു ത്രോണിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അതിൻ്റെ തലവന്മാർ, അവർ തമ്മിലുള്ള ഫൈറ്റ്, അതിനൊരു പ്രധാനപ്പെട്ട കോസാണ് ആനക്കൊമ്പ് എന്ന് പറയുന്നത്, ഐവറി. അത് വെച്ചിട്ട് ഇവർ തമ്മിലുണ്ടാക്കുന്ന തർക്കങ്ങൾ, അത് എങ്ങനെയാണ് മൗണ്ട് ചെയ്തെടുക്കുക, അതിന് വേണ്ടിയിട്ടൊരു സഹായി വരുന്നു, അതിൻ്റെ കൂടെ ഒരു ട്രൈറ്റർ ഉണ്ടാവും, സ്വാഭാവിക ഒറ്റുകാരനുണ്ടാവുമല്ലോ. ഈ പടത്തിലൊക്കെ ഒരു സഹായി ഇല്ലെങ്കിൽ പോലും ഒരു ഒറ്റുകാരനുണ്ടാവും. ഇതൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സാധാ പടം. അതായത് തെലുങ്ക് മാസ് മസാലകളിൽ നമ്മൾ ഇഷ്ടം പോലെ കാണുന്ന ഇതുപോലത്തെ പടങ്ങൾ നേരെ എടുത്ത് ഇവിടെ മലയാളത്തിൽ കൊണ്ട് പറിച്ചു വെച്ചേക്കുന്ന പോലെ ഉണ്ട്. ഇതിൻ്റെ വേറൊരു കാര്യം, സത്യം പറയുന്നൊരു മലയാളം പടമായിട്ട് തോന്നില്ല. ഇതൊരു തെലുങ്ക് പടം മലയാളത്തിൽ ഡബ് ചെയ്തതുപോലെയാണ് ഫീൽ കിട്ടുന്നത്. അങ്ങനെയാണ് ഈ പടം എടുത്ത് വെച്ചേക്കുന്നത്. ഇതിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൽ 2 ക്യാമിയോ ഉണ്ട്, ആ 2 ക്യാമിയോയും കൊള്ളാം. പിന്നെ അതോടൊപ്പം 2 ക്യാമിയോ കൊള്ളാമെന്ന് പറയുമ്പോൾ കുറച്ച് കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കണമല്ലോ. ഹനാൻ ഷാ എന്തിന്, ഏതിന്, ആർക്ക് വേണ്ടി, എവിടെ നിന്ന് വന്നു എന്ന് പോലും മനസ്സിലാവുന്നില്ല. പെപ്പയുടെ പുറകെ നിൽപ്പുണ്ട്, പെപ്പയുടെ പുറകിലോ മുമ്പിലോ നിന്നോ കുഴപ്പമില്ല. പക്ഷേ ഒരു ഡയലോഗില്ല, ഒറ്റ ഡയലോഗില്ല. ഞാനിങ്ങനെ ഒരു ഡയലോഗ് പറയുമോ ഹനാൻ ഷാ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്, എവിടെ ഒരു ഡയലോഗും ഇല്ല. തുഷാര വിജയനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തുഷാര വിജയൻ വന്നതല്ലേ, എന്നാൽ പിന്നെ 2 ഫൈറ്റ് സീക്വൻസ് അങ്ങ് കൊടുത്തേക്കാം എന്ന് അണിയർ പ്രവർത്തകർ പറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്തത്. ഒരു ചേസ്, ഒരു ഫൈറ്റ്, ഖതം ഗയ, ഗുഡ് ബൈ. ഹിപ്സ്റ്റർ ഉണ്ട് പടത്തിൽ. ആവേശം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഒന്ന് ചാടിയിട്ട് ഹിപ്സ്റ്ററിൻ്റെ റോള് കാണണം. എന്തിനാ, ആർക്ക് വേണ്ടിയാ, എന്തിനാന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് ഉണ്ണിയാറാണ്. ഞാനത് സിനിമയുടെ തുടക്കത്തിൽ അവർ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു. ഡയലോഗ്സ് ഗംഭീരമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നാടകീയതയുടെ അങ്ങേയറ്റമുള്ള ഡയലോഗ്സ്. ഇത് ഒരു നാടകം കാണുമ്പോൾ, നമ്മൾ സിനിമയല്ല കാണും, ഒരു നാടകമാണ് കാണുന്നത്. അതാ അവിടെ വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ KGF കാണുമ്പോഴേക്കും കിട്ടുന്ന ഒരു കിക്ക് വേറെ, അതൊരു സിനിമാറ്റിക് ഫീലുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, ഇവിടെ ഒന്നുമില്ല. ഏത് ഈ ഡയലോഗ്സ് റെൻഡർ ചെയ്യുന്നത് തന്നെ വളരെ മോശമായിട്ടാണ്, ഇൻക്ലൂഡിങ് ആന്റണി വർഗീസ് പെപ്പെ. ഡയലോഗ് ഡെലിവറി ഭയങ്കര ബോറാണ്, ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ഈ ഡയലോഗ് ഇങ്ങനെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു? ഇത് ഇൻ്റർവെൽ പഞ്ചായിട്ട് വെച്ചേക്കുന്ന ഡയലോഗൊക്കെ ഡെലിവർ ചെയ്തേക്കുന്ന കാണണം. സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി, രോമാഞ്ചമൊക്കെ അടിക്കുമെന്നാണ് ഇതിൻ്റെ അണിയർ പ്രവർത്തകർ വിചാരിച്ച് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല. ഇതിൻ്റെ നിർമ്മാണ കമ്പനി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്, ഷെറീഫ് മുഹമ്മദാണ്. മാർക്കോയിലൊക്കെ അദ്ദേഹം ചെയ്തേക്കുന്ന മാർക്കറ്റിംഗ് ഭയങ്കരമായ രസമായിരുന്നു. അതായത് ഓഡിയൻസിലേക്ക് എങ്ങനെ എത്തണം, എവിടെ എത്തണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് അതനുസരിച്ച് അദ്ദേഹം മാർക്കറ്റ് ചെയ്ത് ഇറക്കിയ ഒരു പടമായിരുന്നു മാർക്കോ. ഷോർ ഷോട്ട് ജാക്ക്പോട്ടായിരുന്നു ആ പടം, ഉറപ്പായിരുന്നല്ലോ. പക്ഷെ അവിടെ നിന്ന് കാട്ടാളനിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റീപ്പ് ഡൗൺ എന്ന് പറയത്തില്ല, ഇവിടെ നിൽക്കണ ക്യൂബ്സ് എടുത്ത് ഇങ്ങോട്ടേക്ക് കുത്തി ഇറങ്ങിയൊരവസ്ഥ. അതായിരുന്നു ആക്ച്വലി കാട്ടാളൻ. ഇത് നിങ്ങൾ പെയ്ഡ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരും. സത്യസന്ധമായിട്ടാണ് പറയുന്നത്, ഈ പടത്തിൽ ഒന്നും വർക്കായില്ല. ഇതിനകത്ത് വർക്കായ 2-3 പോർഷൻസാണ് ഞാൻ പറയുന്നത് പോണത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫൈറ്റ് സീക്വൻസാണ്. ഫൈറ്റ് സീക്വൻസ് ആക്ച്വലി എല്ലാം സൂപ്പറായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല. അതായത് നിങ്ങൾ മാർക്കോ കണ്ടിട്ട് ഇത് വിലയിരുത്തണമെന്നൊന്നും ഞാൻ പറയത്തില്ല. മാർക്കോ ഒക്കെ വേറെ ലീഗ്, വേറെ റഗോ, അതൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കും. ഞാൻ ക്യൂബ്സിൻ്റെ പഴയ പടം പോലും ഇതിൽ കമ്പാരിസണായിട്ട് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇതിലെ ഫൈറ്റ് സീക്വൻസ് എന്തൊക്കെ രീതിയിൽ അവർക്ക് യൂസ് ചെയ്യാമായിരുന്നു. അതായത് ആനയുമായിട്ടുള്ള ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആനക്കൊമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ അവർക്ക് ഫൈറ്റ് കൊറിയോഗ്രാഫി നടത്തായിരുന്നു. അതൊന്നും യൂസ് ചെയ്യാതെ അനാവശ്യമായ കുറേ ഫൈറ്റ്സ് എടുത്ത് വെച്ചേക്കുന്നു ഈ പടത്തിൽ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് രവി ബസ്റൂഡാണ്. രവി ബസ്റൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ എത്ര പടങ്ങൾ, എത്ര BGMs മണ്ടേ കൂടെ ഓടുന്നല്ലേ.
ഇതിൽ ഒരു BGM പോലും ടേക്ക് അവേ ഇല്ല, ഒറ്റ BGM പോലും ഇതിൽ ടേക്ക് അവേ ഇല്ല. പ്രാന്ത് പിടിക്കും. അതായത് BGM ടേക്ക് അവേ ഇല്ല എന്ന് പറഞ്ഞാൽ BGM കുറവുണ്ടെന്നല്ല അർത്ഥം. BGMന്റെ അതിപ്രസരം മൊത്തം BGM, എവിടെ തിരിഞ്ഞാലും BGM, അവിടെ തിരിഞ്ഞ BGM, ഇവിടെ തിരിഞ്ഞ BGM, ഇവിടെ തിരിഞ്ഞ BGM, BGMോട് BGM. ഇതെന്തിന് ഇത്രയും BGM? എനിക്ക് നിങ്ങൾ ഇത്രയും പൈസ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പൈസയേക്കാൾ മേലെ വർക്ക് ചെയ്ത് തരാം സാർ എന്ന് രവി ബസ്റൂർ പറഞ്ഞ പോലെ ഉണ്ട്. ഇത് അദ്ദേഹത്തെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെന്നാണ് ഇവിടെ വിചാരം. ഇത് കൊല്ലുക. ഇദ്ദേഹത്തെ സാധാരണ നമ്മൾ പിഴിഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അയാൾ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത സിനിമയ്ക്ക് ഗുണകരമായി മാറ്റുമെന്നല്ലേ പറയുന്നത്. ഇത് രവി ബസ്റൂറിനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും BGM വേണം, ഇനി OST ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സിനിമ ഇറക്കിയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ BGM ഇട്ട് വെച്ചേക്കുക. ഇതൊന്നും ഈ സീൻസായിട്ട് ജെല്ലാവുന്നുണ്ടോ, ഹൈ മൊമെൻ്റ് കിട്ടുന്നുണ്ടോ, ഒന്നുമില്ല. പിന്നെ സാധാരണ നമുക്ക് ഇതുപോലൊരു പടത്തിനൊക്കെ ഒരു കണക്ഷൻ, ഓഡിയൻസിന് ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കഥ വേണം, ഒരു സ്റ്റോറി വേണം. നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് ഒരിത് തോന്നണം. അയാളുടെ ഫ്ലാഷ് ബാക്കോ അയാളുടെ കഥയോ, ഞാൻ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് അടിച്ച് ഡ്രാമ അടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് അയാളോട് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അയാൾ ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്കൊരു എന്താ പറയുക, ഒരു ബ്രിഡ്ജ് കിട്ടുള്ളൂ, ഓഡിയൻസ് വിത്ത് ദി ക്യാരക്ടർ. അങ്ങനെ ഒരു ഇമോഷണൽ പരിപാടി ഈ സിനിമയിൽ ഒരിടത്തും ഇല്ല. ഇത് ആരോ വന്നു, എവിടെയോ വന്നു, എന്തൊക്കെയോ ചെയ്തു, ഇൻക്ലൂഡിങ് ദ നായകൻ പെപ്പെ. എന്തായി കാണിക്കുന്നത്? എന്തിനാണ് ഇമോഷണൽ കണക്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഈ പടത്തിലില്ല. ഇതുപോലൊരു സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് ഇതാണ് ഈ സിനിമയുടെ ക്രക്സ്. യു ആർ ടോക്കിംഗ് അബൌട്ട് എ ഗാങ്സ്റ്റർ വാർ പരിപാടി, ഇതൊന്നുമില്ല. ആകെ ഇതിനകത്ത് ഇമോഷണൽ കണക്ട് എവിടെ വരുന്നതെന്ന് അറിയാവോ? സുനിലിൻ്റെ വില്ലത്തരത്തിലാണ്. സുനിലിൻ്റെ വില്ലത്തരത്തിൽ ഒരു ഇമോഷണൽ കണക്ട് അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് സുനിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സുനിലിൻ്റെ പെർഫോമൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. സുനിൽ ഈ ക്യാരക്ടറിന് സുനിലിന് വേണ്ടി ചെയ്തൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഹി ഹാസ് പുൾഡ് ഔട്ട് എ സ്റ്റണ്ണിങ് പെർഫോമൻസ്. സുനിൽ അടിപൊളിയാണ്. സുനിൽ എന്തിനാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ കാണിക്കുന്ന വില്ലനിസം കാരണം ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാവുന്നത് ഒഴിച്ചു നിർത്തിയാൽ വൈ പെപ്പെ ഈസ് ഹിയർ, അയാളുമായിട്ട് എന്താ കണക്ട്, അയാളാണല്ലോ ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകുന്നത്, ഒരു ഇമോഷണൽ കണക്ട് ഒന്നും. അയാൾ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനകത്ത് നല്ല ബിൽഡപ്പ് ചെയ്ത് വരുന്ന ഒരു മാസ് സീക്വൻസ് ഉണ്ട്. ഒരു ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല, ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട് ഒരു സീക്വൻസ് ഉണ്ട്. ഈ മോർച്ചറി ആംബുലൻസ്, നല്ല സീൻ. അതായത് ആ ഒരു സീൻ മാത്രമായിട്ട് യൂട്യൂബിൽ വല്ലതും പിന്നീട് വരുന്ന ക്ലിപ്പിംഗ് ആയിട്ട് ഇറങ്ങുമ്പോഴേക്കും നല്ല സീനാണ്, നല്ല ബിൽഡപ്പ്, നല്ല പോക്ക്, അവസാനം എൻ്റെ ചെയ്തേക്കുന്ന രസമുണ്ട്. പക്ഷെ നമുക്ക് ആ ക്യാരക്ടറിനോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. അപ്പോൾ ആരോ എന്തിനു വേണ്ടിയോ കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. മനസ്സിലായോ? അതായത് പെപ്പെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ പെപ്പെ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ചെയ്യുന്നതിനൊരു റീസൺ പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതാണ് ഈ പടത്തിൻ്റെ അവസ്ഥ. അതായത് പിന്നെ 2 ക്യാമിയോ ഉണ്ട്. 2 ക്യാമിയോയും കൊള്ളാം. അത് ഞാൻ 2 ക്യാമിയോയും കൊള്ളാം. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റിൽ അവർ കാണിച്ചേക്കുന്ന ഒരു പരിപാടിയുണ്ട്, എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയാണത്. ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയാണത്. ഇഫ് യു ഡോണ്ട് ഹാവ് എ ക്ലാരിറ്റി, ഡോണ്ട് ഡു ഇറ്റ്. ചെയ്യരുത്. നിങ്ങൾക്ക് ആ റോൾ ആരേറ്റെടുക്കുമെന്നോ എന്താ ചെയ്യുമെന്നോ ആരായിരിക്കുമെന്നോ പറയാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണത് ചെയ്യുന്നത്? ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് വാ. പല സിനിമകളും ഇതുപോലെ ഉണ്ട്. ഒരു ക്ലൈമാക്സ് ഇല്ലാണ്ട് ചുമ്മാ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് ആരുടെയെങ്കിലും ഒരു ശബ്ദമോ വോയിസ് ഓവറോ ഇതെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരും. എന്തിനാ ഈ ആരെ തോപ്പിക്കുക? ഇഫ് യു ഡോണ്ട് ഹാവ് എ ക്ലൈമാക്സ്, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഈ പടത്തിന് ക്ലൈമാക്സ് ഉണ്ട്, ഈ പടത്തിന് ഒരു ക്ലൈമാക്സ് ഉണ്ട്, പോരാ. ഞങ്ങൾക്ക് ടെയിൽ എൻഡ് വേണം, ഞങ്ങൾക്ക് അത് വേണം, ഇത് വേണം. എന്നാൽ നിങ്ങൾക്ക് അതിൽ ക്ലാരിറ്റി ഉണ്ടോ? അതുമില്ല. ഡോണ്ട് ഡു ദിസ്. അത് ചെയ്യരുത്. അത് ഭയങ്കര മോശം പരിപാടിയാണ്. ക്ലാരിറ്റി ഇല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് വിട്ടേക്കുക. ഞങ്ങളാരും ഇത് ഞങ്ങൾക്കൊരു 5 പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ സിനിമ കാണാൻ വരുള്ളൂ എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും അതൊക്കെയാണ് ഈ സിനിമയിൽ നടക്കണത്. ഇതൊക്കെയാണ് അവസ്ഥ. എന്തായാലും അതാണ് അവസ്ഥ. ഫൈറ്റ് സീക്വൻസിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 2-3 പോർഷൻസ് കൊള്ളായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ആവറേജ് ഒന്ന് പോലും വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം പല പോയിൻറ്റ്സിലും അത് പ്രശ്നങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ തലവേദനിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് അങ്ങനെ ഒരു തലവേദന തിയേറ്ററിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഞാൻ ഏരിയസ് ഓഡിയോ 1-ലാണ് കണ്ടത്. അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല. ഇത് അപ്പോൾ മേക്കേഴ്സിൻ്റെ പ്രശ്നമാണോ തിയേറ്റേഴ്സിൻ്റെ പ്രശ്നമാണോ എന്ന് സ്റ്റിൽ ഡൗട്ട്. എനിക്ക് തോന്നുന്നു ഒരു ഓഡിയോ ലെവലൊക്കെ ഇതിൻ്റെ അണിയർ പ്രവർത്തകർ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു, at 6 or something. അതൊക്കെ ആണോ പാലിച്ചേക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ബട്ട് സീരിയസ്ലി
സീരിയസ്ലി ഇതൊന്നും അല്ല എക്സ്പെക്ട് ചെയ്തത്. ഇനി അയ്യോ ഞാൻ എക്സ്പെക്റ്റേഷൻ ഭയങ്കര മുകളിലാണ് വെച്ചതൊന്നും അല്ല പറയുന്നത്. സാധാരണ ഒരു ബ്ലാങ്ക് പേപ്പറിലായിട്ടാണ് തിയേറ്ററിൽ പോയി കണ്ടത്. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് അറ്റ് ആൾ എന്നുള്ളതാണ് നമുക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. അടച്ചാക്ഷേപിക്കുന്നതല്ല, ഐ വാല്യൂ ദെയർ എഫേർട്ടൊക്കെ കൊള്ളാം. പക്ഷേ വൈ, എതുക്ക് എന്ന് പറയുന്ന 2-3 ചോദ്യങ്ങളുണ്ടല്ലോ, അതിനൊന്നും ഒരു ഉത്തരവും കിട്ടിയില്ല. ലാസ്റ്റ് ക്യാമിയോ വാസ് നൈസ്. അതായത് അയാളെ കണ്ടപ്പോൾ ഓ കൊള്ളാം എന്ന് തോന്നിപ്പോയി. അത് നൈസ് ക്യാമിയോ, അത് കൊള്ളാം. അത് അവർ ഹൈഡ് ചെയ്ത് വെച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലയിടത്തൊക്കെ ലീക്കായി, പക്ഷെ എന്നാലും അത് അവർ ഹൈഡ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചതിലുള്ള എഫേർട്സിനെയും ഞാൻ മാനിക്കുന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് കാട്ടാളൻ. ഇത്രയൊക്കെ എനിക്ക് കാട്ടാളിനെ പറ്റി പറയാനുള്ളൂ. എന്തായാലും സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.